ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പീലീസ് വില്ലേജ് എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുൻപത്തെ ഭാഗങ്ങളൊക്കെ പാർട്ട് 1, പാർട്ട് 2 എന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഇത് കാണുക. പ്ലേലിസ്റ്റിൽ വീഡിയോസ് അവൈലബിൾ ആണ്. SCERT സ്റ്റാൻഡേർഡ് 5 എന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം പീലീസ് വില്ലേജിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് പീലിയും ഫ്രണ്ട്സൊക്കെ രാത്രി ഗ്രാമത്തിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പാട്ടൊക്കെ പാടി മടങ്ങി വരുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കാനുള്ളത് താഴെ ബോക്സിൽ ഒരു ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഫൈൻഡ് എ സ്പോട്ട് ഇൻ യുവർ പ്ലേസ് വേർ യു ക്യാൻ സീ എ നൈറ്റ് വ്യൂ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. വാട്ട് ആർ ദ സൈൻ ഡു യു സീ? എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുക? അപ്പോൾ ലെറ്റ്സ് ഡ്രോ ദം. നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ. വരച്ചു നോക്കിയാൽ മാത്രം മതിയോ? ഓർഗനൈസ് എ പിക്ചർ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് വിത്ത് ആൾ ദ പിക്ചർ ഡ്രോ ബൈ ആൾ ഓഫ് യു അണ്ടർ ദ ടൈറ്റിൽ മൈ നൈറ്റ് ആൻഡ് സ്കൈ. വരച്ചു നോക്കിയാൽ മാത്രം പോരാ, എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിൽ ഒരു ചിത്ര പ്രദർശനം, ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ നീനു എന്തോ പറയുന്നുണ്ടല്ലോ. എന്താണ്? പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും ഒക്കെ എത്ര സന്തുഷ്ടരാണ്. അപ്പം നമ്മുടെ അപ്പു എന്താ പറയണത്? ഐ ജസ്റ്റ് കാൺട്ട് വെയിറ്റ് ടു ടെൽ അമ്മ എബൌട്ട് ദീസ് സൈൻസ്. അതായത് എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി എന്നാണ് അപ്പു പറയുന്നത്. അപ്പോൾ റിക്കി എന്താ പറഞ്ഞേ? ഐ തോട്ട് സിറ്റി ലൈഫ് എലോങ് ഹാസ് ഫൺ. ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. സിറ്റി ലൈഫ് മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി എന്നാണ് ആര് പറയുന്നത്? റിക്കി പറയുന്നത്. അപ്പം നമ്മുടെ ചമ്മേലി പറഞ്ഞത് എന്താ? മൈ മാ ഹാസ് ടോൾ മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ആൾസോ ലൈക്ക് ദീസ്. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെ തന്നെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചമീലി പറയുന്നത്. അപ്പോൾ അതെ, അടുത്തൊരു ആക്ടിവിറ്റി കാണുന്നില്ലേ? എന്താണ്? ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദെയർ ഒപ്പീനിയൻ. ഡോണ്ട് യു ആൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്. റൈറ്റ് ഹൗ ദ സൈൻ ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. അതായത് നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്ത് വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കാനാണ് പറയുന്നത്. അതായത് പീലിയുടെ ഗ്രാമത്തെ കുറിച്ചിട്ട് എഴുതുക. പീലീസ് വില്ലേജ് ഈസ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. പീലിയുടെ ഗ്രാമം ശാന്ത സുന്ദരമാണ്. ദ വില്ലേജ് ലഷ് ഫീൽഡ്സ് ആൻഡ് കോക്കനട്ട് ഗ്രോസ് അണ്ടർ ദ ഹ്യൂജ് ഗ്രീൻ ഹിൽസ്. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് താഴെ വയലോലകളും തെങ്ങിൻ തോപ്പുകളുമാൽ സമൃദ്ധമാണ് പീലിയുടെ ഗ്രാമം. ദർ ആർ മെനി പോൺസ്. ഒരുപാട് കുളങ്ങളുണ്ട് അവിടെ. വേർ ചിൽഡ്രൻസ് ലേൺ ടു സ്വിം. കുട്ടികളൊക്കെ അവിടെ നിന്ന് നീന്തൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇനിയും ഇതിൽ എഴുതി ചേർക്കണം കേട്ടോ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യു മൈറ്റ് ഹാവ് ഹാഡ് ഡിഫറെൻറ്റ് പ്രീ കൺസീവ്ഡ് നോഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്, the way of happiness and the life of other people. You had always viewed the world through such thought till then, hadn't you? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? Didn't you give up many such preconceived notions during this journey? Didn't you gain some new experience and knowledge? ലിസൺ ടു പീലീസ് ഫ്രണ്ട്സ്. അത്തരം ചിന്തകളിലൂടെയല്ല അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്. ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. ആദ്യം റിക്കി എന്താണ് പറയുന്നത്? ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദ അഡ്വൈസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദ സിറ്റി. സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച്ഡ്. വിക്കി പറയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷം ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. ഇതാണ് വിക്കി പറയുന്നത്. അപ്പോൾ അപ്പു എന്താ പറയുന്നത്? ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെയ്ഡ്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദെയർ. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദെയർ ഈസ് ഹാപ്പിനെസ് എവരിവെയർ. അപ്പോൾ അപ്പു പറയാണ്, വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് അപ്പു പറയുകയാണ്.
അപ്പോൾ ചമേലി എന്താ പറയുന്നത്? ഐ വാസ് അഫ്രേഡ് ദാറ്റ് എവറി വൺ വുഡ് സീ മീ ആസ് എ കൈൻഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. ചമേലി പറയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. ഇതാണ് ചമേലി പറയുന്നത്. അപ്പം നീനു എന്താ പറഞ്ഞത്? ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദർ സൈൻ ആൻഡ് എൻജോയ്. എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. ഇതാണ് നീനു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ദീസ് ചിൽഡ്രൻ സേസ് കറക്റ്റഡ് ദെയർ പ്രീ കൺസീവ്ഡ് നേഷൻസ് ഹാവിൻ ദ യു ടു ഹാവ് ട്രാവൽഡ് ത്രൂ പീലീസ് വില്ലേജ്. വാട്ട് ആർ ദ ന്യൂ സ്പീഷീസ് ഓഫ് ഇൻഫർമേഷൻസ് യു ഗെയിൻഡ് ഡ്യൂറിങ് ദിസ് ജേണി? ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് 4 പേരും അവരുടെ മുൻധാരണകളൊക്കെ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കൂ. ഇതിലെ ലാസ്റ്റ് തുടർ പ്രവർത്തനങ്ങളും കൂടി ഒന്ന് നോക്കിയാലോ. കളക്ട് പിക്ചർ ഷോയിങ് ദ ക്യാരക്ടേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ ഏരിയ ആൻഡ് പ്രിപ്പയർ എൻ ആൽബം. ഗ്രാമനഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്തെന്താ? പ്രിപ്പയർ എ വീഡിയോ ഡോക്യുമെൻ്ററി വിത്ത് ദ സപ്പോർട്ട് ഓഫ് യുവർ ടീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ദ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. അതായത് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹ്യ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം എന്താണ്? ഓർഗനൈസ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ഫൺ ഇൻ മൈ ലൊക്കാലിറ്റി. ഇത് സെമിനാർ ടോപ്പിക് ഷുഡ് കവർ എന്തൊക്കെ കവർ ചെയ്യണം? എൻവയോൺമെൻറ്റ്, ഫുഡ് ഹാബിറ്റ്സ്, അഗ്രികൾച്ചറൽ, മാർക്കറ്റ്, ഗെയിംസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്, സെലിബ്രേഷൻസ്, സൈൻ ആൻഡ് നൈറ്റ്സ്. അപ്പോൾ എന്താ മൂന്നാമത്തെ ആക്ടിവിറ്റീസ്? എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാണ്? പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, പീലീസ് വില്ലേജ് എന്നുള്ള ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ആക്ടിവിറ്റീസും ആൻസേഴ്സ് എല്ലാം അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.